ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നീ കയറി പോകുന്നത് പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ആയിട്ടടാ. ഓർമ്മോട്ട് ഏത് ഹോസ്പിറ്റലാ? ഞങ്ങളങ്ങോട്ട് കയറി വരണോ? ഞങ്ങളങ്ങോട്ട് വരണോ? നാട്ടുകാരെ കൊന്നിട്ട് കയറി അകത്തേക്കുന്നു. നിന്നോട് അവൻ ജീവനോടുണ്ടോ? സന്ദീപ് അകത്ത് കയറി ഒളിച്ചിരിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടാ. അപ്പൊ പേടിയുണ്ട്. സാറേ ഇവരെ വെറുതെ ഉള്ളു സാറേ. സാറേ ഇവരെ വെറുതെ വിടരുത്. ഒരുപാട് പേര് ആശുപത്രി കിടക്കുന്നുണ്ട്. ഇവരെ അറസ്റ്റ് ചെയ്യണം. ഈ കട പൂട്ടി കെട്ടിക്കണം സാറേ. അതെ, നിങ്ങൾ ആരും ബഹളം വയ്ക്കരുത്. ഇത് ചെയ്തവരാരെയും പോലീസ് വെറുതെ വിടില്ല. പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് സർ. എന്താ സാറേ? നിങ്ങളല്ലേ ഈ തട്ടുകടയുടെ നടത്തിപ്പുകാര്? അതെ സാറേ. പഴങ്കഞ്ഞിയുടെ രുചി നാട്ടുകാർക്ക് അസലായിട്ടങ്ങ് പിടിച്ചു. എത്ര പേര് ആശുപത്രി കിടക്കണമെന്ന് അറിയോ? സാറേ, ഞങ്ങൾ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. സാറ്, ഞങ്ങളുടെ സച്ചിമനും ആശുപത്രിയില്ല. ഞങ്ങളെല്ലാരും അങ്ങോട്ട് പോകാൻ നിൽക്കുക. അത് കൊള്ളാം. ചക്കിന് വെച്ചത് കൊക്കിനെ കൊണ്ടെന്ന് പറയുന്ന പോലെ അതുപോലെ ഇത്. എന്നാ പിന്നെ എല്ലാം കൂടി അടച്ചു പൂട്ടി നമുക്കങ്ങ് പോയാലോ? ആശുപത്രിയിലേക്കല്ല, നേരെ പോലീസ് സ്റ്റേഷനിലേക്ക്. ഈ കട നടത്താനുള്ള ലൈസൻസ് ഒക്കെ നിങ്ങൾക്കുണ്ടോ? അതോ അതുകൂടായി പോണോ? ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും പഞ്ചായത്തിന്റെയും എല്ലാ പേപ്പേഴ്സും ഞങ്ങൾക്കുണ്ട്. ഇതോടെ അതെല്ലാം സർക്കാർ സസ്പെൻഡ് ചെയ്തോളും.
പിന്നെ ഇവരെ പിടിച്ച് വണ്ടി കയറ്റി. ശരി സർ. ഇങ്ങോട്ട് വാടി. എന്നെ ഇപ്പൊ കൊണ്ടുപോകരുത്. ഞാൻ എന്റെ സച്ചിമോനെ കണ്ടിട്ട് വരാം. അതിനുള്ള ദയവ് അത് കാണിക്കണം. നടക്കടി ഇങ്ങോട്ട്. ഞാൻ പറയുന്നത് കേക്ക്. എനിക്ക് എന്റെ സച്ചി ഒന്ന് കണ്ടാ മാത്രം മതി. ബലം പിടിക്കുന്ന തള്ളേ. നിന്റെ സച്ചിമോനെ ഞങ്ങൾ കാണിച്ചു തരാം. പിടിച്ചു കയറ്റ. മാറി നിക്കടാ. വാടി ഇങ്ങോട്ട്. എന്നെ കൊണ്ടുവരുന്നത് പറയണ. സാറേ അമ്മ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവിടെ അടങ്ങിയിരിക്കണം. അമ്മ കൊണ്ടുപോലെ കൊണ്ടുപോലെ സാറേ. സാറേ അമ്മേ അമ്മേ നാട്ടുകാരുടെ ജീവന് കാൽ കാശ് കലാലിപ്പിക്കാതെ നീയൊക്കെ പണം ഉണ്ടാക്കാൻ ആളെ കൊല്ലാൻ നോക്കിയിട്ട് ഇപ്പൊ കിടന്ന് ബലം പിടിക്കുന്നോടി. നടക്കുന്നു. എന്റെ അമ്മയൊന്നും ചെയ്യല്ലേ. നീ ഇങ്ങോട്ടാ കയറി പോകുന്നത്. സാറേ സാറേ തെറ്റും ചെയ്തിട്ടില്ല. പോലീസുകാർ അവരുടെ ഡ്യൂട്ടി ചെയ്യട്ടടാ. ഓറങ്ങോട്ട് വിളിച്ച് ജീവിക്കാൻ. അവനവിടെ കൊണ്ടോ സാറേ. എന്റെ അമ്മയ്ക്ക് എന്തിനാ പറ്റിയാൽ ഒറ്റയാണത്തിന് ഞാൻ വെറുതെ വിടില്ല. ആ അവനവന് കിട്ടുന്ന അടിയേക്കാൾ ചിലപ്പോ നമുക്ക് വേദനിക്കുന്നത് നമുക്ക് പ്രിയപ്പെട്ടവർക്ക് കിട്ടുന്ന അടിയാകും. നീ പോലീസിനെ ഭീഷണിപ്പെടുത്തുന്നോടാ. അവരെടുത്ത് വണ്ടി കയറ്റി. വാടി ഇങ്ങോട്ട്. മക്കൾ കണ്ണറെ കാണട്ടെ. ഞാനൊന്ന് പറഞ്ഞോട്ടെ സാർ. അമ്മേ 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 സാറേ അമ്മേ അമ്മ സാർ വണ്ടി എടുക്കലോ. വളരെ അസ്വാഭാവികമായ കാര്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. സർ പറയൂ, സർ പറയൂ. പഴങ്ങഞ്ഞി വില്ലനായി. പഴങ്ങഞ്ഞിക്കടയിൽ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ. കട ഉടമയായ സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഈശ്വര, ഇതാ കമലയാണല്ലോ. അപ്രതീക്ഷിതമായി പഴങ്ങഞ്ഞിക്കടയിൽ ഉണ്ടായ ഭക്ഷ്യവിഷബാധയേറ്റ് നിരവധി പേർ ആശുപത്രിയിൽ. ഇന്ന് രാവിലെയാണ് ഭക്ഷ്യവിഷബാധയുണ്ടായത്. ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ള ആളുകളിൽ 2 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു. സ്ഥാപനം നടത്തിപ്പുകാരിയായ കമല എന്ന സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്തു.